നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന പരിശോധന താഴെത്തട്ട് മുതൽ തുടങ്ങാൻ സിപിഐയും കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ അറിയാൻ മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കൌൺസിലുകളും ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാകും ജില്ലാ കൌൺസിലുകൾ ചേരുക. അജ്മൽ തുടരുന്നുണ്ട്. അജ്മൽ, ഗുഡ് മോർണിംഗ്. സിപിഐയും സിപിഎമ്മും ഇന്നലെ സംസ്ഥാന നേതൃയോഗം ചേർന്നു. പക്ഷേ താഴെ നിന്ന് തുടങ്ങാനാണ് പരിശോധന. അണികളെ കേൾക്കാൻ, ഒപ്പം താഴെത്തട്ടിലുള്ള നേതാക്കളെ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിമർശനങ്ങൾ അത് വിശദമായി ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് തിരുത്തലെന്ന് പറയുമ്പോൾ അത് വളരെ വേഗം പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് സിപിഐക്ക്. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഗോകുൽ. ഇപ്പോൾ സംസ്ഥാനത്ത് പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതുപക്ഷത്തിനാകെ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് മുക്തരാകാൻ, അടിസ്ഥാന വർഗമായ തങ്ങളുടെ വോട്ട് ബാങ്കിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷത്തെ പാർട്ടികൾ. അതിൽ പ്രത്യേകിച്ച് ഇന്നലെ സിപിഐയും സിപിഐഎമ്മും അവരുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. അതിൽ സിപിഐഎം അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഘടകകക്ഷികളെയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സിപിഐയും അവരുടെ നേതൃയോഗങ്ങൾ ചേരാൻ, അവരുടെ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വിലയിരുത്തലുകളും ചോദിക്കാനായി ഒരുങ്ങുന്നത്. ഏതായാലും 25-ാം തീയതിക്കകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചേരുന്ന ഈ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയ ശേഷം പാർട്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന സിപിഐയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ചില നയങ്ങളും വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളെ അനുകൂലിച്ച് മുന്നോട്ട് പോയതുമൊക്കെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനും LDF മുന്നണിക്കുമാകെ തിരിച്ചടി നേരിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിമർശനമൊക്കെ സിപിഐയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് തന്നെയാണോ അണികളിൽ നിന്നും ഇപ്പോൾ ശേഖരിക്കുന്ന അവരിൽ നിന്നും വിലയിരുത്തലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അടിത്തട്ടിൽ നിന്നും വരുന്ന വിവരശേഖരണങ്ങളും ഉണ്ടാവുക എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കേണ്ടത്. ഗോകുൽ, തീർച്ചയായും പാർട്ടി ബന്ധുക്കളുടെയും അണികളുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ വോട്ട് ചോർച്ച ഒക്കെ വലിയ ചർച്ചയാവുമ്പോൾ പോയ 5 വർഷം മാത്രമല്ല ഈ പ്രചാരണകാലം, ഇതിനിടയിൽ വന്ന വാക്കുകൾ, നേതാക്കളുടെ നിലപാടുകളെല്ലാം വിശദമായി ഇഴകീറി പരിശോധിക്കാനാണ്. അക്കാര്യത്തിലൊക്കെ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും CPI നേതൃത്വത്തിനും ഒപ്പം CPM-നും. അതിലും വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നു. അജ്മൽ ദിറാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.